ഹൈ, തൊണ്ട പിടിച്ചേക്കുക. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് പോകുന്നതായിരിക്കും. ഡിസ്ക്ലൈമറായിട്ട് പറഞ്ഞാൽ കാര്യമാക്കണ്ട. കുറച്ച് ദിവസമായിട്ട് എനിക്ക് വീഡിയോസൊന്നും എനിക്ക് ഇടാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വല്ലാത്ത ക്ഷീണമാണ്. അങ്ങനെ ക്ഷീണം വരുന്നത് എനിക്ക് പനിയുള്ളതുകൊണ്ടാണ്, പനിയും കോൾഡൊക്കെ ഉള്ളതുകൊണ്ടാണ്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ എൻ്റെ മമ്മി പറയും എന്നെ കണ്ണ് വെച്ചത് കൊണ്ടാണ്, എനിക്ക് ദൃഷ്ടി വന്നോണ്ട്, ദൃഷ്ടി പെട്ടതുകൊണ്ടാണ് എനിക്ക് വയ്യാത്തതെന്ന് പറയും. എന്നിട്ട് മമ്മി ഊതിയൊക്കെ തരും. മറ്റേ ഊതി തരുമെന്ന് പറയുന്നത് എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ എങ്ങോട്ടേലും പോവുക, മെയിനായിട്ട് എൻ്റെ ഒരു കാര്യം അങ്ങനെ, ഞാൻ എപ്പോഴും പുറത്തിറങ്ങുന്ന ഒരാളേ അല്ല. പക്ഷേ ഇടയ്ക്ക് പുറത്തിറങ്ങിയിട്ട് തിരിച്ച് വീട്ടിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് വയ്യാതാവും. ഞാൻ ഭയങ്കര ടയേർഡാവും. എനിക്ക് പിന്നെ കുറച്ച് നേരത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് എനിക്ക് ഒന്നിനും പറ്റുന്നുണ്ടാവില്ല. അപ്പം എൻ്റെ മമ്മി പറയും എനിക്ക് ദൃഷ്ടി വെട്ടതാ, നീ പുറത്ത് പോയോണ്ട് ആരൊക്കെയോ നിന്നെ കണ്ണ് വെച്ചതാ എന്ന് പറയും. അപ്പോൾ നോർമലായിട്ട് അതിൻ്റെ ഒരു സൈക്കോളജി എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ പുറത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും എക്സൈറ്റഡ് ആയിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ഹാപ്പി ഹോർമോൺസ് കുറച്ച് അധികം പ്രൊഡ്യൂസ് ആവും. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ പീക്ക് ലെവലിലായിരിക്കും. പുറത്തു പോകുക അല്ലെങ്കിൽ കുറച്ച് അധികം ദിവസം പുറത്തു പോകാത്ത ഒരാളാകുമ്പോൾ കുറച്ച് എപ്പോഴേലും പുറത്തു പോകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും, ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും, എന്താ നടക്കുന്നേ അങ്ങനത്തേക്കൊരു കുറേ കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഹാപ്പി ഹോർമോൺസ് അങ്ങ് ഹൈ ലെവലിലെത്തും. അത് കഴിഞ്ഞ് എല്ലാം നോർമൽ ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡി അത്രയും ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡി നോർമലിലേക്ക് വരുമ്പോൾ കുറച്ച് നമ്മൾ വീക്കാവും. അതാണ് നോർമൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. പക്ഷേ പണ്ടുള്ള ആൾക്കാർ അത് ദൃഷ്ടിയാണ്, കണ്ണാണ് എന്ന് പറയും. അതിപ്പോഴത്തെ തലമുറയും കുറച്ചധികം ആൾക്കാർ അത് ഫോളോ ചെയ്ത് വരുന്നുണ്ട്. ഇതാണ് അതിൻ്റെ നോർമലായിട്ടുള്ള സത്യം. പിന്നെ ചില സമയങ്ങളിൽ ഇത് ഞാൻ വിശ്വസിക്കാറില്ല. എൻ്റെ മമ്മി മറ്റേ ഊതാനൊക്കെ വരുന്ന സമയത്ത് ഞാൻ പറയും മമ്മി ഊതിത്താ, മമ്മി എനിക്ക് വയ്യ, ഭയങ്കര ക്ഷീണമെന്നൊക്കെ പറയും. പക്ഷേ നമുക്ക് നമ്മുടെ ഒരു വിശ്വാസം അത്രയേ ഉള്ളൂ. പക്ഷെ ഒരിക്കലും ഈ ദൃഷ്ടിപെടൽ എന്നൊരു സംഭവമേ ഇല്ല. എല്ലാം ഓരോ അജ്ഞാനങ്ങൾ മാത്രമാണ്. അപ്പോൾ ഇന്നേക്ക് അത്രയേ ഉള്ളൂ. ബായ്.